നമസ്കാരം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ സ്മിത ഹരിദാസ്, എനിക്കൊപ്പം സോന ജെറി. ആദ്യം പോകുന്നത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. പ്രധാനമന്ത്രി 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. 7 മണിക്ക് മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. നഗരത്തിൽ പോലീസും SPGയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 6 മണിയോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് തിരിക്കും. എസ് വിജയകുമാറും രാഹുൽ വിജയനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം എസ് വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, നമ്മൾ കുറേ നേരത്തെ കണ്ടു തുടങ്ങിയതാണ്. ഒരുപാട് പേർ അവിടെ പാതയോരങ്ങളിലൊക്കെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് തന്നെ. 7 മണിയാകും റോഡ് ഷോ തുടങ്ങാനല്ലേ? സ്മിത, നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും അല്പം വൈകും പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ റോഡ് ഷോ എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആന്ധ്രയിലായിരുന്നു. അദ്ദേഹത്തിന്റെ അല്പസമയം മുമ്പ് വരെയുള്ള ഒരു പ്രോഗ്രാം. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. നെടുമ്പാശ്ശേരിയിൽ BJPയുടെ ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം നാവിക വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് എത്തുന്നത്. അവിടെയും അദ്ദേഹത്തിന് ഗവർണറും മേയറും ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗത്തേക്ക് അദ്ദേഹം റോഡ് മാർഗമാണ് എത്തുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം പ്രധാനമന്ത്രി പിന്നീട് തുറന്ന വാഹനത്തിലേക്ക് കയറി അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഏതാണ്ട് 1 കിലോമീറ്ററും 300 മീറ്ററും 1 കിലോമീറ്ററും 300 മീറ്ററും ദൂരമുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഈ വഴി കടന്നുപോകും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡിന് ഇരുവശവും BJP പ്രവർത്തകർ നേരത്തെ തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകളെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തി 50,000-ഓളം ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇവിടെ എത്തുമെന്നതാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ ഇവിടേക്ക് പ്രവർത്തകരെത്തിയിരുന്നു. കൂടുതൽ പ്രവർത്തകരെത്തുന്നവർക്ക് വേണ്ടി അവരെ മറ്റൊരു വഴിയിലൂടെ ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നതിലൊക്കെ കൃത്യമായ നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഒരു വലിയ സുരക്ഷാ കവചം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കാരണം ഈ പരിപാടിയിൽ നടക്കുന്ന പ്രദേശം 2 കലാലയങ്ങളുടെയൊക്കെ ഭാഗത്തുകൂടിയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നേരത്തെ ചില മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടായിരുന്ന പോലീസ് അഴിപ്പിച്ചിരുന്നു. അങ്ങനെ ആ നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രചാരണം നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കൂടി കേരളത്തിലെ ഈ പ്രവർത്തനങ്ങളെ ഈ റോഡ് ഷോ നടക്കുന്ന ഘട്ടത്തിൽ ആ നിലയിലുള്ള ഒരു ക്രമീകരണം അധികമായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാണ് കേന്ദ്രത്തിനെതിരെ കേരളം ഒരു വലിയ സമരപരിപാടി ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയും അതിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങളിലെ മറ്റു മുഖ്യമന്ത്രിമാരെ കൂടി ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത്. ആ പരിപാടിയൊക്കെ നടക്കുന്നതിനിടെ അതൊക്കെ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്നതും ഒരു ശ്രദ്ധേയമായ സംഗതി തന്നെയാണ്. രാഷ്ട്രീയമായി അത്തരം വിയോജിപ്പുകളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടാകുമോ എന്ന ഒരു ആശങ്ക സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് അധിക സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം ഈ SPGയുടെ ഒരു മേൽനോട്ടമാവിലെ ഉദ്യോഗസ്ഥർ തുടർച്ചയായി ഈ വഴിയിലൂടെ കാൽനടയായി സഞ്ചരിച്ച് അവരത് വിലയിരുത്തുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾക്കിടയിൽ നാടകീയമായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയും തുറന്ന വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിലയിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു നാടകീയമായി അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രവർത്തകരുടെ ആവേശത്തിലേക്ക് പോകുമോ എന്നതുകൂടി മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പരിപാടിയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമാണ്. കാരണം കേരളത്തിൽ തുടർച്ചയായ 2ാമത് തവണ മോദി എത്തുന്നു. അദ്ദേഹത്തിന്റെ റോഡ് ഷോ തൃശ്ശൂരിന് പിന്നാലെ കൊച്ചിയിലും നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ മാസങ്ങളെ ബാക്കിയുള്ളൂ. അതിനിടയിൽ നടക്കുന്ന ഈ പരിപാടി ആ നിലയ്ക്ക് തന്നെ അതുകൊണ്ട് തന്നെ തുടർച്ചയായ അദ്ദേഹത്തിന്റെ സന്ദർശനം തൃശ്ശൂര് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള BJPയുടെ ക്യാമ്പയിൻ തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കും എന്നേറെക്കുറെ ഉറപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വരുന്നു. അത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം. അതിലെല്ലാം ഉപരി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പ് പോകുന്നു എന്നതൊക്കെ വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ഒരു പൊതുപരിപാടി അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് BJPയുടെ ഈ പഞ്ചായത്ത് തലത്തിൽ ബൂത്ത് തലത്തിലുള്ള ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ 7,000-ഓളം വരുന്ന പ്രവർത്തകരെ നേരിട്ട് പ്രധാനമന്ത്രി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എങ്ങനെ ഒരുങ്ങണം എന്നതിൽ പ്രധാനമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ നേരിട്ട് ആ ശക്തി കേന്ദ്ര പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. BJPയുടെ സംഘടനാ തലത്തിൽ ഏറ്റവും താഴെയുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ശക്തി കേന്ദ്ര എന്നത്. അത് ഈ BJPയുടെ
പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികളിൽ നിന്ന് അതുപോലെ തന്നെ ഈ ബൂത്ത് ലെവൽ കമ്മിറ്റികളിൽ നിന്നൊക്കെ ചേരുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ശക്തി കേന്ദ്ര. അവരുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി നേരിട്ട് മറൈൻ ഡ്രൈവിൽ നാളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പരിപാടി കൂടിയായി BJP സംഘടനാ തലത്തിൽ അതിനെ കാണുന്നുണ്ട്. ഒപ്പം BJPയുടെ കോർ കമ്മിറ്റി ഒരു അനൗപചാരിക യോഗം ചേരുന്നുണ്ട്. അതിലും പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ചില വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്നുണ്ട്. ആ പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് അത് കേരളത്തെ വികസന കാര്യത്തിൽ കേന്ദ്രം അവഗണിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ വിമർശനം തുടർച്ചയായി കേരളത്തിലെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിച്ചു വരികയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇവിടെ നവകേരള യാത്രയിലൊക്കെ കേരള സർക്കാർ ഉയർത്തിയത് കേന്ദ്രം വികസന കാര്യത്തിൽ കേന്ദ്രത്തെ അവഗണിക്കുന്നു എന്നതാണ്. അങ്ങനെ ആ രാഷ്ട്രീയ മുദ്രാവാക്യം നിലനിൽക്കുകയാണ് ഏതാനും ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ നിർവഹിക്കുന്നത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വേദി തന്നെയാണ്. അത്തരമൊരു വേദിയിൽ ഈ കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ സംബന്ധിച്ച് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയും എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ സർക്കാർ തലത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നോട്ടീസ് ആയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ കേസിൽ. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്നുണ്ടാവും. കഴിഞ്ഞ തവണ തൃശ്ശൂരെ പരിപാടിക്കിടയിൽ നടത്തിയ ചില പരാമർശങ്ങൾ പിന്നീട് വലിയ ചർച്ചയായി. ലക്ഷദ്വീപ് സന്ദർശനം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി ഇത്തവണ കേരള സന്ദർശനത്തിൽ അദ്ദേഹം ഉയർത്തുന്ന പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നത് വലിയ രാഷ്ട്രീയ കൗതുകമായി തന്നെ അവശേഷിക്കുന്നു. നാളെയാണ് അധിക ദിവസങ്ങളില്ല, അധിക മാസങ്ങളില്ല, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു BJP. പ്രത്യേകിച്ച് കേരളത്തിൽ തുടർച്ചയായി പ്രധാനമന്ത്രി എത്തുന്നു, പുതിയ വികസന പദ്ധതികൾ അവയ്ക്ക് തുടക്കമിടുന്നു. ഇതെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് ഷോ ആണെങ്കിലും നമ്മൾ പലപ്പോഴും കാണാറുണ്ടാണ്, വലിയൊരു ശക്തി പ്രകടനം കൂടിയാകുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ കേരളം ഇന്ന് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സുരക്ഷ അക്കാര്യത്തിലെല്ലാം തന്നെ. രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. രാഹുലിലെ ഈ നഗരം മുഴുവൻ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വിജയകുമാർ നേരത്തെ പറയുകയായിരുന്നു, റോഡ് ഷോയിലൊക്കെ തന്നെ അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇറങ്ങി നടന്നേക്കാം. അതൊക്കെ മുൻനിർത്തി തന്നെ വേണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ സജ്ജമായിട്ടുണ്ടോ കാര്യങ്ങൾ? വലിയ തിരക്ക് കാണുന്നുണ്ട് പുറകിൽ. സ്മിത, വലിയ തിരക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ റോഡിന്റെ ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ ബാരിക്കേഡുകളുണ്ട്, ബാരിക്കേഡിന്റെ ഇരുവശവുമായി ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1.25 കിലോമീറ്ററാണ് ഈ റോഡ് ഷോ, അതായത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് ഈ താമസിക്കുന്ന, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് വരെ 1.25 കിലോമീറ്റർ ആണുള്ളത്. ആ റോഡിന്റെ ഇരുവശവും നിറയെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പോലീസിന്റെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒരല്പസമയം മുമ്പ് വരെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നത്. മറ്റെല്ലാ തരത്തിലുള്ള നിയന്ത്രണവും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഇവിടെ പൂർണ്ണമായിട്ടും തടയുകയും ചെയ്തിട്ടുണ്ട്. റോഡിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മുൻപ് കൊച്ചിയിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കിടയിൽ ആളുകൾക്കിടയിലേക്ക്, അതായത് റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനുള്ള മുൻകരുതലുകളൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാണുന്ന സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ 7:15 ഈ റോഡ് ഷോ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അത് 7:30 ഇനി ആരംഭിക്കുകയുള്ളൂ എന്നുള്ളൊരു അവസാന ഒരറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ ആളുകൾ, ഒത്തിരി ആളുകൾ ഇവിടെ ഇരു സൈഡിലുമായി തിങ്ങിക്കൂടിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ തങ്ങിക്കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. പല ഭാഗത്തായിട്ട് അവരെ നിർത്തിയിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഭാഗം നിയന്ത്രിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രമാണ് നിൽക്കുകയും ചെയ്യേണ്ടത്. ചേട്ടാ, നിങ്ങളൊക്കെ എവിടുന്ന് വരുന്ന ആൾക്കാർ? ഒരുപാട് നേരമായിട്ട് ആലുവ. ഞങ്ങളിപ്പോ ഒരു 3/4 മണിക്കൂറോളായി നിൽക്കുന്നത്. ചേട്ടനൊക്കെ ആലുവ. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണോ ലക്ഷ്യം? അതാണ്, ഞങ്ങളുടെ നേതാവിനെ കാണാന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരാണോ അതെയോ? പിന്നെ ഈ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇനി അടുത്ത തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും മോദി. കേരളം നമുക്ക് പിടിച്ചെടുക്കണം.
എന്തായാലും BJP പ്രവർത്തകരാൽ ഈ റോഡ് ഷോ നടക്കുന്ന റോഡിന്റെ ഇരുവശവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി പ്രവർത്തകർ, പലയിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക, ഒരു നോക്ക് കാണുക, ആ ഒരു ആവശ്യവുമായി എത്തിയിരിക്കുന്നു. വലിയ തിരക്കു തന്നെ നഗരത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. രാഹുൽ വിജയനും എസ് വിജയകുമാറുമാണ് വിവരങ്ങളുമായി കൊച്ചി നഗരത്തിൽ നിന്നും ചേർന്നത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം റോഡ് ഷോയുടെ സമയക്രമത്തിലുണ്ട്. 7:30 7:30 റോഡ് ഷോ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. തോപ്പുംപടിയിൽ നിന്നാണ് ഈ പ്രവർത്തകരെ പിടികൂടിയത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇവര് കരിങ്കൊടി കാണിക്കാനാണ് ഇവരുടെ ഒരു പ്ലാൻ, പദ്ധതി എന്ന് അതെങ്ങനെയാണ് മനസ്സിലായത്? ആരെല്ലാമാണ് അറസ്റ്റിലായിട്ടുള്ളത്? സ്മിത, 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് തോപ്പുംപടി ഫോർട്ട് കൊച്ചി പോലീസ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BOT പാലം, തോപ്പുംപടി BOT പാലം കടന്ന് മറുവശമെത്തി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുമ്പോൾ കരിങ്കൊടി കാണിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. പോലീസിന് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ കൈവശം കരിങ്കൊടി ഉൾപ്പെടെ കണ്ടെത്തിയത്. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വരുന്നതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി സ്ഥലത്ത് എത്തിയത്. ഇതോടുകൂടി പ്രദേശത്താകമാനം പോലീസിന്റെ തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് പരിശോധന. ഏതായാലും വലിയൊരു സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇത് പോലീസ് തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന പ്രദേശങ്ങളിലെല്ലാം നടക്കുകയാണ്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ശബരിമല തീർത്ഥാടകർക്കായി ചെങ്ങന്നൂർ ചെന്നൈ റൂട്ടിൽ ഇന്ന് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. രാത്രി 7:45 പുറപ്പെടുന്ന ട്രെയിൻ നാളെ രാവിലെ 10:45 ചെന്നൈയിലെത്തും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഏത് രീതിയിലാണ് ഈ തീർത്ഥാടകർക്കായുള്ള യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? ഈ ട്രെയിൻ സർവീസ് അതുണ്ട്, അതുകൂടാതെ മറ്റെന്തെല്ലാം സജ്ജീകരണങ്ങൾ? സ്മിത, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നായി മകരവിളക്ക് ദർശനത്തിനെത്തിയ തീർത്ഥാടകർക്ക് എല്ലാവർക്കും തന്നെ തിരികെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ചെങ്ങന്നൂർ, കോട്ടയം സ്റ്റേഷനുകളിലായി ഈ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സദേൺ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 7:45 ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്നും ചെന്നൈയിലേക്കായിരിക്കും ഈ ട്രെയിൻ യാത്ര നടത്തുക. ആളുകൾക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അൺറിസർവ്ഡ് ട്രെയിനാണ്. അതുകൊണ്ട് തീർത്ഥാടകർക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു സേവനമായിരിക്കും ഈ ട്രെയിൻ സർവീസ് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാത്രി 7:45 ചെങ്ങന്നൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ട്രെയിന് കോട്ടയം, എറണാകുളം ടൗൺ, പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകൾ വഴി നാളെ രാവിലെ 10:45 ചെന്നൈയിലെത്തുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. ഇന്നലെ മകരവിളക്ക് കഴിഞ്ഞെങ്കിലും കൂടുതൽ ആളുകൾക്കും തിരികെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് സദേൺ റെയിൽവേ പ്രത്യേക ട്രെയിൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സ്മിത, ശരി. രാഹുൽ സുരേഷാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേർന്നത്. മകരവിളക്ക് കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മടങ്ങിപ്പോകാൻ ഉള്ള സൗകര്യം പലരും ഇവിടെ തുടരേണ്ട ഒരവസ്ഥയുണ്ട്. അവർക്കുള്ള സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകളുമായി തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സംസ്ഥാനത്ത് ഡിവൈഎസ്പിമാർക്ക് കൂട്ടസ്ഥലം മാറ്റം. 114 ഡിവൈഎസ്പിമാരെയാണ് സ്ഥലം മാറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നടപടി. 9 പേർക്ക് ഡിവൈഎസ്പിയായി സ്ഥാനക്കയറ്റവും നൽകി ഉത്തരവായിട്ടുണ്ട്. ദീപക് ധാർമടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഇത്രയധികം പേർക്ക് ഒരുമിച്ച് ഇങ്ങനെയൊരു സ്ഥാനമാറ്റം വരുന്നു, അതിൻ്റെ ഒരു കാരണം എന്താണ്? അത് ഈ ഇലക്ഷൻ കാരണം തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സ്മിത, ഇത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നടപ്പിലാക്കേണ്ട, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നടപ്പിലാക്കേണ്ട ഒരു സ്ഥലം മാറ്റം ആഭ്യന്തര വകുപ്പ് നേരത്തെ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഈ ഡിവൈഎസ്പി മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയുള്ള ഒരു സ്ഥലം മാറ്റമാണ്. പക്ഷേ എന്നാൽ 114 പേർക്ക് ഒരു കൂട്ട സ്ഥലം മാറ്റം സമീപകാലത്ത് ഇല്ലാത്തതാണ്. ഇതിൽ 9 പേർക്ക്
ഈ IP റാങ്കിൽ നിന്നും, അതായത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ നിന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റത്തോടു കൂടിയുള്ള നിയമനമാണ് ഇപ്പോൾ ഈ 9 പേർ. ബാക്കി 114 പേരാണ് ആകെ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ക്രമസമാധാന ചുമതലയുള്ള പലരെയും ക്രമസമാധാന ചുമതലയിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് ജില്ലയ്ക്ക് പുറത്തേക്കാണ്, അതായത് കോഴിക്കോടുള്ളവർക്ക് തൃശ്ശൂർ, അതുപോലെ തന്നെ കണ്ണൂരുള്ളവർക്ക് കോഴിക്കോടേക്ക്, ഈ രീതിയിൽ തൊട്ടടുത്ത ജില്ലയിലും മറ്റു ജില്ലകളിലുമായിട്ടാണ് നിയമനങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു കൂട്ട DYSP സ്ഥലം മാറ്റത്തിന്റെ ഉത്തരവാണ് അല്പം മുമ്പ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. സ്മിത. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി കടക്കുന്നു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ബംഗാളിൽ റാലി പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ്. എല്ലാ മതത്തിലെയും ആളുകളെ ഉൾക്കൊള്ളിച്ചായിരിക്കും റാലി. ഐക്യത്തിന് വേണ്ടിയാണ് റാലി സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് ഈ റാലി? അന്നത്തെ ദിവസം ജനുവരി 22-ന് ഈ റാലി നടത്തുമ്പോൾ അത് അയോധ്യയിൽ ഉണ്ടാകുന്ന ഒരു ജനക്കൂട്ടം, അതുമായി ബന്ധപ്പെട്ട ആ ജനശ്രദ്ധ, അതിൽ നിന്ന് മാറി ഇപ്പോൾ ഇവിടെ ഒരു റാലി എന്നുള്ള ഒരു തീരുമാനം, അതെങ്ങനെ എത്തിയതാണ്? തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം കൂടിയാണോ ഇത്? സ്മിത, തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് BJP ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നു എന്നുള്ളത് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിലാണ് ഈ ജനുവരി 22 ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ബംഗാളിൽ റാലി നടത്താനായി തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ റാലി ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള റാലി എന്നുള്ളതാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ മതത്തിലെ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും റാലി നടത്തുക. മാത്രമല്ല ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു റാലിയല്ല എന്നുകൂടി മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം ഈ രാജ്യത്ത് പല മതങ്ങളുണ്ട്, പക്ഷേ ആഘോഷങ്ങൾ എല്ലാവർക്കും ഒന്നാണ്, എല്ലാ മതവും ഒന്നാണെന്നുള്ള സന്ദേശം കൂടി മമതാ ബാനർജി പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്ന സംബന്ധിച്ചൊരു വിവാദം ഉയർന്നിരുന്നു. ആ ഒരു വിവാദത്തിന് മറുപടിയായി മമത ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രതിഷ്ഠാ ചടങ്ങ് അത് രാഷ്ട്രീയക്കാരുടെ ജോലിയല്ല എന്നുള്ളതാണ് മമത പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അന്ന് ബംഗാളിൽ ഒരു ഐക്യ സന്ദേശം നൽകിക്കൊണ്ട് ഒരു റാലി നടത്തുവാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അച്യുതനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 100 ന്യൂസുമായി ഗോകുൽ രവി ചേരും. നമസ്കാരം.